ചായ കുടിക്കുന്ന സമയങ്ങളിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ബ്രെഡ് മയോണൈസിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതിന് വേണ്ടി എടുത്തിരിക്കുന്നത് കുറച്ച് ബ്രെഡാണ്. ബ്രെഡ് എണ്ണയും നെയ്യോ ഒഴിച്ച് ടോസ്റ്റ് ചെയ്തെടുക്കാം. രണ്ട് സൈഡും ടോസ്റ്റ് ചെയ്തെടുക്കാം. ബ്രെഡ് ഒരുപാട് ടോസ്റ്റ് ആവാതെ ചെറുതായിട്ടൊന്ന് കളർ മാറുന്ന സമയത്ത് എടുത്ത് മാറ്റിയാൽ മതി. ഇനി നമുക്ക് മയോണൈസ് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു മുട്ട വേവിച്ചതാണ് എടുക്കുന്നത്. ഒരു മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 4 വലിയ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നന്നായിട്ട് അടിച്ചെടുക്കാം. ഇപ്പോൾ മയോണൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി ടോസ്റ്റ് ചെയ്ത് ബ്രെഡിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ബ്രെഡും മുട്ടയും കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികൾ സ്കൂളിൽ വിട്ട് വരുന്ന സമയങ്ങളിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ബ്രെഡ് മയോണൈസിൻ്റെ റെസിപ്പിയാണ്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും കൂടി ചെയ്യുക.